ഇടുക്കി ജില്ലയിൽ വന്യജീവി ശല്യം തടയാനുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടുതൽ വിപുലീകരിക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കും. വന്യജീവികളെ നിരീക്ഷിക്കാൻ AI ക്യാമറ സ്ഥാപിക്കും. നഷ്ടപരിഹാരം വേഗത്തിൽ നൽകും. കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഏറെയും പതിവ് പ്രഖ്യാപനങ്ങളാണ്. പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക വനംവകുപ്പ് സംഘത്തെ നിയോഗിക്കുമെന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടത്. നിലവിലുള്ള വിവിധ ജനജാഗ്രതാ സമിതികൾക്ക് പുറമെ MP, MLA, LDF, UDF, BJP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി രാഷ്ട്രീയ നിരീക്ഷണ സമിതി രൂപീകരിക്കും. ഫെൻസിങ്ങുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകളോട് നിശ്ചിത തുക മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നബാർഡിന്റെ സഹായത്തോടുകൂടി ഇടുക്കി പാക്കേജ് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫെൻസിംഗ് നിർമ്മാണം നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് കുറേ കൂടി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കുറച്ചും കൂടി തുക ഇതിൻ്റെ ഭാഗമായി ഇടുക്കി പാക്കേജിൽ തന്നെ കണ്ടെത്തുവാനും ഇതര ഏജൻസികളുടെ സഹായത്തോടു കൂടി അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഫേസുകളായി അത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾക്കും മറ്റുമായി ഹോട്ട്സ്പോട്ട് ഏരിയകൾ കണ്ടെത്തി വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളും യോഗത്തിലുണ്ടായി. എന്നാൽ ഇത് പ്രായോഗികമാണോ എന്നതാണ് ചോദ്യം. ഇടുക്കിയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ നാളുകൾക്കിടയിൽ നടക്കുന്ന മൂന്നാമത്തെ സർവകക്ഷി യോഗമാണിത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.